ആവശ്യമില്ലാതെ ഓരോന്നിടത്ത് തലമണ്ടയിലോട്ട് വെക്കും. ബിജുക്കുട്ടണ്ണ, ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ ആരും ഇല്ലെന്നൊന്ന് പറഞ്ഞേക്കണേ. സംഭവം വേറെ ഒന്നുമല്ല. ഇന്നലെ 2 എണ്ണം അടിക്കാൻ വേണ്ടി ഞാൻ ഒരു ബിവറേജിൽ പോയി കുപ്പി എടുക്കാൻ വേണ്ടി. കറണ്ട് പോയ സമയമായിരുന്നു. ഭയങ്കര അടിയും ബഹളവും. SI വന്ന് അവിടെ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുകയായിരുന്നു. ആ തക്കം നോക്കി SI പുഴുങ്ങിയ 2 മുട്ട മോട്ടിച്ചിട്ട് തിരിഞ്ഞതും അവിടുത്തെ ഗുണ്ടയായിരുന്നു കച്ചവടക്കാരൻ. ഒറ്റ വെട്ട്. ഈ വെട്ട് ഞാൻ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരും കണ്ടില്ല. SI കണ്ടില്ല. SI തിരിച്ചിരിക്കുകയല്ലായിരുന്ന. സാക്ഷിയാണോ? ഇപ്പൊ സാക്ഷിയാണ്. ഞാനിപ്പോ SIയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, സാറിന് വന്നാ മതിയെന്ന്. പക്ഷെ പ്രശ്നം ഇപ്പൊ അതല്ല. ഗുണ്ട ഈ കാര്യം അറിഞ്ഞ് ഞാൻ പറയണെങ്കിൽ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് കിട്ടും. ഞാനിപ്പോ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും എന്റെ കാര്യത്തിൽ തീരുമാനമാവും. ഞാൻ ഇവിടുന്ന് നാട് വിടാൻ പോവേണ്. ഗുണ്ടയുടെ കാര്യത്തിൽ തീരുമാനമാകും. ആരാ? ഉതുപ്പ്, കാട്ടാക്കട ഉതുപ്പ്. എടാ, പോലീസിന്റെ ചന്തിക്ക് ഞാൻ കത്തിക്ക് വരഞ്ഞ കാര്യം നീ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നല്ലടാ. അത് കണ്ട ഏക വിൻസെന്റ് നീയല്ലടാ. അല്ല, ഞാൻ സുനിലാണ്. അല്ല, നീയാണ് വിൻസെന്റ്. അയ്യോ, എന്റെ പേര് സുനില്. നാട്ടുകാര് പറഞ്ഞല്ല കണ്ട വിൻസെന്റ് നീയാണെന്ന്. ഫിറ്റ്നസ് ആണോ എന്ന് വെച്ചാ? ദൃക്സാക്ഷി. ഈ സാക്ഷി തന്നെ, നീയാണ് സാക്ഷി. എടാ, എനിക്ക് നീ പറഞ്ഞു കൊടുത്ത, എനിക്ക് സ്റ്റേഷനിലോ കോടതിയിൽ കയറുന്നൊന്നും എനിക്ക് വലിയ പുത്തരിയല്ല. പിന്നെ ഇപ്പോഴത്തെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് എന്റെ മോടെ കല്യാണമായിരിക്കുവാണ്. അതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എന്താ മോളുടെ പേരെന്തുവാ? ഇന്ദു തണുപ്പ്. ഈ പെമ്പിള്ളേർക്കാരെങ്കിലും ഇന്ദു തണുപ്പ് എന്നൊക്കെ പേരുള്ളൂ. മോഹൻലാലിന് ഇന്ദു ചൂടൻ എന്നിടാങ്കി എന്റെ മോക്ക് ഇന്ദു തണുപ്പ് എന്നിട്ടാൽ ആർക്കടെ കുഴപ്പം? നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ഞാനൊരു കാര്യം അവസാനമായിട്ട് ചോദിക്കുവാ, നീ എന്റെ കാര്യം ആ പോലീസിനോട് പറഞ്ഞു കൊടുക്കാൻ പോണെന്ന് അറിയാം. നീ പറഞ്ഞു കൊടുക്കൂടാ? പറയോ നീ? കാരണം ഞാനൊരു പൗരനാണ്. എനിക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ഞാനൊരു കേരളീയനാണ്, ഭാരതീയനാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായ പോലീസുകാരനോട് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. നിന്റെ ധൈര്യം സമ്മതിച്ച് ഇതുവരെ ഒരാണും എന്റെ നേർക്ക് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. നിനക്ക് ഞാൻ വല്ലതൊക്കെ തരണമല്ലോ. ദൈവമേ, അങ്ങനെ എന്തായാലും കൊടുക്കണം. ഇല്ലെങ്കിൽ പാവം ചെറുക്കനല്ലേ. അയ്യോ, സ്നേഹം കൊണ്ടാണോ? സ്നേഹം കൊണ്ടാണോ? സ്നേഹം കൊണ്ടല്ല. നീ ദീപാവലിക്കൊക്കെ ഇങ്ങനെ കത്തിച്ച് ഇവിടെ മേളി പോയി പൊട്ടിത്തെറിച്ച് കുട പോലെ വരുന്നൊരു വാണം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിന്ന് കാണാം. ഈ മാലയില് ബോംബാ. മാലയിലല്ലോ, മഹാരാഷ്ട്രയിലല്ലേ ബോംബെ. ചാവാൻ നേരവും നിന്റെ കോമഡി അതല്ല. ഈ മാലയില് ബോംബാണ്. ഈ റിമോട്ട് ഇട്ട് പൊട്ടിക്കും ഞാൻ. അയ്യോ, പൊട്ടിക്കല്ലേ. പൊട്ടിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. എന്റെ രൂപമോ കാര്യങ്ങളോ ഒന്നും പോലീസ് വരുമ്പോ നീ പറഞ്ഞു കൊടുക്കരുത്. അയ്യോ, ആരോ വരുന്നു. നമുക്ക് തികയോടെ ഒരു അരയും കൊണ്ട് വന്ന് ഒരു ഫുള്ള് കൊണ്ടുവരാൻ പറ. അയ്യോ, അതല്ലെന്ന് ആരോ വരുന്നു. പോലീസുകാരൻ വരുന്നുണ്ട്. ഞാൻ കൊല്ലും. അയ്യോ, അയ്യോ, ഒരു വേദന സഹിക്കാൻ പറ്റില്ലേ? അയ്യോ, സഹിക്കാൻ പറ്റില്ല. ഭയങ്കര പലഹാര കൊതിയൻ തന്നെ അല്ലേ? പലഹാര കൊതിയനാ? തിന്നാനുള്ള എന്തോ ഒളിപ്പിച്ചോണ്ട് വെച്ചോണ്ട് പോന്ന്. അയ്യോ, തിന്നാനുള്ള ഒളിപ്പിച്ചോണ്ട് വന്നതല്ല. പിന്നെ ആർക്കോ തിന്നാൻ വേണ്ടി കൊത്തി എരിഞ്ഞോണ്ട് പോയതിന്റെ ബാക്കി കൊണ്ട് വരണയാണ് ഞാൻ. ആരാ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തത്? ഞാൻ. സാറേ, പോലീസ് സ്റ്റേഷൻ ആകുമ്പോ പലരും വിളിക്കും. ഞാൻ വിളിക്കും, ഇവര് വിളിക്കും, ബിജുക്കുട്ടൻ, അവരെ ബാക്കിയുള്ളവരെല്ലാം വിളിക്കും. അതിനെന്താണ് ഇത്ര ഇത്? അതല്ലെന്ന്, ദൃശ്യം കണ്ടെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് ആരെന്ന് പറ. ദൃശ്യം ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ഇവ എന്തോന്നായി പറയണത്? അതല്ല, ബീവറേസിന്റെ അവിടെ വെച്ച് 3 മുട്ട മോട്ടിച്ചോണ്ട് പോയപ്പോ എന്റെ ബാക്കിൽ കുത്തിയില്ലേ? അത് ആരെന്ന് നിനക്കറിയാം? അറിയാം. നിന്റെ വായിന്ന് അവന്റെ പേര് ഞാൻ കേക്കും. അവൻ കൊറേ പറയും. അല്ല, അവൻ കൊറേ പറയും. അവന്റെ കൊറേ സംഭവം ഉണ്ടാവും പറയാൻ വെച്ചേക്കണം. പറയട്ടെ, കുറെ സാധനങ്ങളുണ്ട്, പറയട്ടെ. നീ ആണോ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത്? അതെ. ഈ ദൃസാക്ഷി നീ ആണല്ലോ. നിന്നെ കൂടാതെ ഇവിടെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. അച്ഛൻ ആരാണ്? അമ്മയുടെ ഭർത്താവ്. അല്ല, അമ്മ ആരാണ്? അച്ഛന്റെ ഭാര്യ. എന്താണ് പറയണത്? അതല്ല, അച്ഛനും അമ്മയ്ക്കും എന്താണ് ജോലി? ഇന്ന് അമ്മ സേനയിലുണ്ട്. കരസേനയിലാണോ നാവികസേനയിലാണോ? ഏത് സ്ഥലത്താണ്? ഇവിടെ പഞ്ചായത്തിലാ. ഹരിതകർമ്മസേന. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തോ ആരുടെ ഇത്? കൂട്ടുകാരൻ, അളിയൻ.
ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഫിക്സ് ചെയ്യടേ നിങ്ങള്. ഞാൻ അവന്റെ സ്വന്തം അളിയനാണ്, പക്ഷെ അവന്റെ കൂട്ടുകാരനെ പോലെ കാണുന്നത്. കൂട്ടുകാരന്മാർ അങ്ങനെ വേണം. ഇവിടെ പല വിശേഷങ്ങളിലും അവൻ എന്നെ വിളിച്ചു വരുന്നത്, ഓണം ക്രിസ്മസ് അങ്ങനെ കാര്യങ്ങള്. ഓ. ഇത്തവണ ദീപാവലി ആഘോഷിച്ചായിരുന്നോ? ദീപാവലി ആഘോഷിച്ചു, പക്ഷെ ഇതിന്റെ വേദനയും മറ്റേ ഈ മഴയൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ദീപാവലി അങ്ങോട്ട് ഭംഗിയായിട്ട് ആഘോഷിക്കാൻ പറ്റി. സാറ് കറക്റ്റ് സമയത്താണ് വന്നത്. എന്താണ്? ഇന്ന് മേളിൽ പോയി പൊട്ടിത്തെറിച്ച് ഒരു കുട പോലെ വരുന്ന സംഭവം ഇന്ന് കാണാം. ഞാൻ പോണേന് മുമ്പ് പൊട്ടിക്കണേ. പിന്നെ പോണതിന് മുമ്പ് പൊട്ടിക്കുവല്ല, മാറ്റി സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണായിരിക്കും അല്ലേ? കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടേ ഇത് പൊട്ടിക്കൂ. മാറ്റാ. പിന്നെ പോലീസിന്റെ ചന്തിക്ക് കുത്തിയില്ലേ, അത് നീയും ഞാനും അല്ലാതെ വേറെ ഇവനറിഞ്ഞൂടല്ലോ. അറിയത്തില്ല. അറിഞ്ഞൂടല്ലോ. അറിയാം. അല്ല അറിയത്തില്ല. അറിഞ്ഞൂടാ. അത്രയല്ലേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഏകദേശം ഒരു രൂപം കിട്ടിക്കഴിഞ്ഞാ നമുക്ക് അവനെ കണ്ടുപിടിക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെന്തോ പറ്റിയതാണ്? ഇതെന്തോ പറ്റിയതെന്ന്, അതായത് ഞാൻ നൈറ്റ് പെട്രോളിംഗ് കഴിഞ്ഞ് പറഞ്ഞ വഴിക്ക് കുറച്ച് തീവ്രവാദി ആക്രമണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തീവ്രവാദി ഒരു വെടിവെച്ചു, ചെറുതായിട്ട് ഉണ്ട ഇങ്ങനെ സൈഡ് വെച്ച് തട്ടിക്കൊടുത്തു. അത്രേ സംഭവിച്ചുള്ളൂ. ആ മോട്ടിച്ച മുട്ട എവിടെ കൊണ്ടുവച്ചു? രണ്ടെണ്ണം അപ്പോഴേനെ തിന്നു ഞാൻ. മുട്ട അല്ല, മുട്ട പടക്കം ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞതാ. പടക്കം ഞാൻ പോണേന് പൊട്ടിക്കണം കേട്ടാ. പിന്നെ പൊട്ടിക്ക് എവിടെ? അപ്പൊ പിന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തിരക്കാ മതി. മനസ്സിലായി? എന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയും. വനിതാ പോലീസിന്റെ അടുത്തൊക്കെ ചെന്ന് ചോദിച്ചു നോക്ക്. ഞാൻ ഭയങ്കര വളപ്പാണ്, ഭയങ്കര വരപ്പാണ്. പിന്നെ എടേ, നമ്മളാ ദൃസാക്ഷി നീയാണല്ലോ, ആളെങ്ങനെയുണ്ടേ? സൂപ്പർ ആളാ. മദ്യപാനവും സിഗരറ്റ് വലിയും ഒന്നുമില്ല. വീട്ടിൽ കയറ്റാൻ കൊള്ളാം. ഒരു പെണ്ണങ്ങടെ കൊണ്ടൊന്ന് കെട്ടിച്ചു വിടട്ടെ ഞാൻ. എടാ, അതാണ് ഞാൻ ചോദിച്ചത്. ഈ കുറ്റം ചെയ്തില്ലേ, എന്നെ കുത്തിയിട്ട് ഓടിയില്ലേ, ആ ആള് എങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെ ഇരിക്കും അത് പറ. ആള് പറ. ഈ പോലെ പൊട്ടും. പൊട്ടും. എന്തോ എന്നെ പോലെ സാറേ? നിങ്ങളെ പോലെയാണോ? അല്ലേ, സാറിനെ പോലെ. എന്നെ പോലെയാണ് എന്നെ പോലെ ഇരിക്കണെങ്കിൽ ഏകദേശം എനിക്ക് വരച്ചോപ്പിക്കാൻ പറ്റും. പിന്നെ ആളുടെ തല എങ്ങനെ ഇരിക്കും? കഴുത്തിന് മുകളിലിരിക്കും. പിന്നെ ബാക്കിയുള്ളവരെ തലയൊക്കെ മറ്റേ ഉള്ളം കാലിലല്ലേ ഇരിക്കുന്നത്. എടാ, തല എങ്ങനെ ഇരിക്കും വെച്ചാൽ ഏത് ഷേപ്പിലിരിക്കും? വട്ടമാണോ, ഓവലാണോ, ചതുരമാണോ, നീണ്ടതാണോ? ത്രികോണം. ചതുരം. ചതുരോ? ഡയമണ്ടാ? എന്റെ തല എങ്ങനെ ഇരിക്കും പറ. വരക്കെട്ടിയായി ഉണ്ട കണക്കിന് ഉണ്ട പോലത്തെ തല. പിരിവുണ്ടോ? പിന്നെ ആഴ്ചയിൽ വരും അണ്ണാച്ചി വന്ന് പൈസ മേടിച്ചോണ്ട് പോകും. എന്തോന്നു പിരിവുണ്ടോന്ന് വെച്ചു? തുണി അണ്ണാച്ചി വരാറുണ്ട് ആഴ്ച വരും. അണ്ണാച്ചിയാ? ഓ, പിരിവുണ്ടോന്ന് വെച്ചു. എടാ, പിരികമുണ്ടോ? പിരികം എങ്ങനെയാണെന്നല്ലേ ഞാൻ ചോദിച്ചത്. കാലും വെച്ചോണ്ട് അവനെ പോലെ ഇരിക്കുമല്ലേ? അല്ല, എന്നെ കണക്ക്. നിന്നെ കണക്കിരിക്കോ? സാറിന്റെ പിരിവ കണക്കിരിക്കും സാറേ. എന്നെ പോലെയാണ്. എന്റെ പുരികമാണെങ്കിൽ എനിക്ക് വരയ്ക്കാൻ എളുപ്പമാണല്ലോ, ഈസി ആണല്ലോ. ഈ പല്ലൊക്കെ എങ്ങനെയാണ്? അല്ലാണ്ട് ഈ പുള്ളിയെ കണക്കിരിക്കും. പുള്ളി കണക്ക്. എന്റെ പല്ലി കണക്ക്. നിങ്ങളെ പല്ലി കണക്കാ? അല്ല, സാറിന്റെ പല്ലി കണക്ക്. എന്റെ പല്ലി കണക്ക്. എന്റെ പല്ലി കണക്കാണെങ്കിൽ വരയ്ക്കാൻ എളുപ്പമുണ്ട് കേട്ടാ. ആ ഇടേ, വരച്ചു വന്നപ്പോ നാട്ടെങ്കിൽ എന്റെ ഫോട്ടോ നോക്ക്. അപ്പൊ സാറ് സ്വന്തമായിട്ട് ചന്തിക്ക് വെട്ടിയതാണല്ലേ? അപ്പൊ സാറിന്റെ പടം വന്ന് സാറിന് ഷൈൻ ചെയ്യാം. സാർ രക്ഷോട്ടല്ലേ? സാറിനെ തന്നെ പിടിച്ചിട്ട് ചോദ്യം ചെയ്തപ്പോ എന്തിനാ എന്നെ വെട്ടിയെന്ന് പറഞ്ഞല്ലേ? അതെ. പിന്നെ അപ്പൊ ക്ലോസ് ആയല്ലോ, സാറിന് ധൈര്യമായിട്ട് പോവാല്ല. ക്ലോസ് ആയില്ല. പിന്നെ പടം വരെ പൊളിഞ്ഞ് അത് വിട്. എൻകൗണ്ടർ കുഞ്ഞുഞ്ഞെന്നാണ് എന്നെ അവിടെ അറിയപ്പെടുന്നത്. അതായത് കുറ്റവാളികൾ ഇറങ്ങി ഓടുമ്പോൾ വെടിവെച്ച് തള്ളിയിട്ട് ഞാൻ പിടിക്കും. അങ്ങനെ എന്തുമാത്രം കുറ്റവാളികളെ പിടിച്ചിട്ടുണ്ട്. അത് സാറാണോ? അത് ഞാനാണ്. ടിവിയിലൊക്കെ വാർത്ത വന്നത്. അയ്യോ, സോഷ്യൽ മീഡിയയിലൊക്കെ സാറ് സംഭവം എന്താണെന്നറിയോ? എന്തോ? സാറിന് ഇത് പത്രത്തിൽ ടിവിയിലൊക്കെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സാറിന് ഒന്ന് അനുമോദിക്കണമെന്നും പറഞ്ഞ് ഇരിക്കരുത് സാറേ. പിന്നെ സാർ ഒരുപാട് അനുമോദനം. പോണ സ്ഥലത്തല്ല എൻകൗണ്ടർ കുഞ്ഞുഞ്ഞിന് അനുമോദനങ്ങളും ബഹളവും. ഒരു മിനിറ്റ്, ഇട യവനെ പറഞ്ഞു വിട്. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പൊട്ടിക്കും. എന്തോന്നിട്ട് പൊട്ടിക്കും? മാലയുണ്ടല്ലോ, നോക്ക്. ദൈവമേ, ഈ മാല ആരിട്ട് തന്നത്? അനുമോദനം. മാല ഊരി മേടിക്കേ. ഇനിയിപ്പോ എന്തോ സാർ, ഞാൻ ഒരു കാര്യണ്ടേ, ഇപ്പൊ ഈ പ്രതിയെ കാണുന്ന പുറത്തെ ടെൻഷനിലൊക്കെ പറഞ്ഞായിരിക്കും അങ്ങനെ തെറ്റിപ്പോയതാണ്. ഈ ബിവറേജിൽ കറക്റ്റ് സാറിനെ വെട്ടിയവനെ അറിയണമെങ്കിൽ CC ക്യാമറ നോക്കിയാ പോരെ? അയ്യോ, നോക്കിയാ അറിയത്തില്ല ആരാന്ന്. ഇവന്റെ അടുത്ത് വന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഈ ബുദ്ധി അങ്ങോട്ട് പോയില്ലായിരുന്നു. CCTV നോക്കിയാ മതി. കേരള പോലീസിൽ പോലും ഇത്ര ബുദ്ധിയുള്ള പോലീസുകാരില്ല. അതുകൊണ്ട് ഈ മാല കിടക്കാൻ യോഗ്യൻ താങ്കളാണ്. ഒരു കുഴപ്പമില്ല. ഇല്ല, എനിക്ക് വേണ്ട. പൊട്ടിക്കട്ടാ? പൊട്ടിക്കട്ടാ? ഇതെവിടെ നിർത്തത്? പൊട്ടിക്കല്ലേ. എവനാണ് സാറേ പൊട്ടിക്കേണ്ടത്? എന്ന സമയത്തോട് സാറിന്റെ അടുത്ത് പൊട്ടിക്കണോ ചോദിച്ചാ പടക്കല്ലേ? എന്റെ സാറേ, ബിവറേജിന്റെ അവിടെ സാറിന് വെട്ടിയതാരാ? അവനെ കുത്തി ഞാൻ നിക്കുന്നത്.
എന്നിട്ട് ഞാനിത് സാറിനോട് പറയാതിരിക്കാൻ വേണ്ടിയാണ് എന്റെ ഇവിടെ ബോംബ് കൊണ്ടിട്ടത്. അറിയോ? പൊട്ടിക്കട്ടോ സാറേ? പൊട്ടിയില്ലേ? വേണ്ട, പൊട്ടിക്കും. വേണ്ട, കൈയുടെ ചന്തിക്ക് കുത്തി പൊട്ടിക്കരുത്, പൊട്ടിക്കും. പൊട്ടിക്കരുത്, 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 ആവണില്ല. പൊട്ടിക്കരുത്, ആവുന്നില്ല. പൊട്ടിക്കരുത്, 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 പൊട്ടിക്കരുത്. നോക്കട്ടെ. ഇല്ല, വർക്കാവില്ലടാ ഇത്. എനിക്കൊരു അരമണിക്കൂർ തരുവോ? റിമോട്ട് മാറിപ്പോയി. വീട്ടിൽ ഇരുന്ന് AC-യുടെ റിമോട്ട് എടുത്തോണ്ട് ബോംബിന്റെ റിമോട്ട് അവിടെ ഇരിക്കണതേ ഉള്ളു. ആ പോയിട്ട് വന്ന് നിങ്ങൾ കറക്റ്റ് ഇവിടെ നിന്നാ പോയിട്ട് വരുന്നു, നമ്മൾ പൊട്ടിക്കുന്നു കറക്റ്റ് ആയിട്ട്. അയ്യോ, എനിക്ക് നേരത്തെ ഇവൻ പറഞ്ഞല്ല പൊട്ടിക്കണം 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 എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പൊട്ടിയിൽ കാണാനുള്ള ഒരു കുളിർമയിലാണ് ഞാൻ ഇവിടെ നിന്നത്. സാറിന് പൊട്ടിപ്പോണ്ടാ പോരെ? പൊട്ടിപ്പോണ്ടാ മതി. അങ്കിൾ ഒന്നും വന്നേ. റിമോട്ട് ഇല്ലാതെ എങ്ങനെ പൊട്ടിക്കും? നേരമായിട്ട് സാറിന് പൊട്ടിപ്പ് കാണേണ്ടി വന്നല്ലോ. ഇത്ര പോരെ?